ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 12. ഭക്തിയോഗം. ശ്ലോകം 1, പേജ് നമ്പർ 631. അർജുന ഉവാച ഏവം സതതയുക്താ യേ ഭക്താസ്ത്വാം പര്യുപാസതി യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാഃ. പദാനുപദം. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, ഏവം ഇപ്രകാരം, സതതയുക്താഃ എപ്പോഴും മുഴുകിക്കൊണ്ട്, യേ ഭക്താഃ ഏതു ഭക്തന്മാർ, ത്വാം അങ്ങയെ, പര്യുപാസതേ പര്യുപാസിക്കുന്നുവോ, യേ ച ആരാണോ, അവ്യക്തം അവ്യക്തമായ, അക്ഷരം അപി ഇന്ദ്രിയാതീതമായതിനെ, പര്യുപാസതേ പര്യുപാസിക്കുന്നുവോ, തേഷാം അവരിൽ വെച്ച്, യോഗവിത്തമ ശ്രേഷ്ഠ യോഗജ്ഞന്മാർ, കേ ആരാണ്. വിവർത്തനം. അർജുനൻ ചോദിച്ചു, എല്ലാ സമയവും അങ്ങയുടെ ഭക്തിസേവനത്തിൽ തന്നെ ഉചിതമായി ഏർപ്പെട്ടു പോരുന്നവരോ, അതോ പ്രത്യക്ഷമല്ലാത്ത അവ്യക്ത ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരോ, ആരാണ് കൂടുതൽ പരിപൂർണതയുള്ളവർ? ഭാവാർത്ഥം. വ്യക്തിനിഷ്ഠവും അവ്യക്തിഗതവും വിശ്വാസാത്മകവുമായതിനെക്കുറിച്ചെല്ലാം കൃഷ്ണൻ വിവരിച്ചു കഴിഞ്ഞു. എല്ലാ തരത്തിലുമുള്ള ഭക്തന്മാരെയും യോഗികളെയും എടുത്തു പറഞ്ഞു. പൊതുവെ ആധ്യാത്മികവാദികൾ രണ്ടു വിധമാണ്, അവ്യക്തിഗതവാദികളും വ്യക്തിഗതവാദികളും. വ്യക്തിഗതവാദിയായ ഭക്തൻ തൻ്റെ സർവശക്തിയുമുപയോഗിച്ച് പരമപുരുഷന്റെ സേവനത്തിൽ ഏർപ്പെടുന്നു. അവ്യക്തിഗതവാദികളും സേവനത്തിലേർപ്പെടുന്നുണ്ട്, നേരിട്ട് കൃഷ്ണനെ സേവിക്കുന്നതിലല്ല, അവ്യക്തമായ നിരാകാര ബ്രഹ്മത്തെ ധ്യാനിക്കുന്നതിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നു മാത്രം. പരമസത്യത്തെ സാക്ഷാത്കരിക്കാനുതകുന്ന വിവിധ പ്രക്രിയകളിൽ വെച്ച് ഭക്തിയോഗം, ഭക്തിയുത സേവനം തന്നെ ഉത്തമമെന്ന് ഈ അധ്യായം ചൂണ്ടിക്കാട്ടുന്നു. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ സഹവാസമിച്ഛിക്കുന്നവർ ഭക്തിയുത സേവനത്തിലേർപ്പെടണം. ഭക്തിപൂർവം ഭഗവാനെ നേരിട്ട് ആരാധിക്കുന്നവരെ വ്യക്തിത്വവാദിയെന്ന് അറിയപ്പെടുന്നു.
വ്യക്തിശൂന്യ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവർ വ്യക്തിശൂന്യവാദികളാണ്. ഏതു നിലപാട് ശ്രേഷ്ഠമെന്നാണ് അർജുനൻ ചോദിക്കുന്നത്. നിരപേക്ഷ തത്വ സാക്ഷാത്കാരത്തിന് വിവിധ മാർഗങ്ങളുണ്ട്. അവയിൽ ഭക്തിയോഗമാണ് സർവോത്കൃഷ്ടമെന്ന് ഈ അധ്യായത്തിൽ കൃഷ്ണൻ സൂചിപ്പിക്കുന്നു. ഈശ്വര സാമീപ്യത്തിന് ഏറ്റവും പ്രയാസം കുറഞ്ഞതും ഋജുവായതുമായ വഴിയാണിത്. ജീവസത്ത ഈ ഭൗതിക ശരീരമല്ലെന്നും ഒരു ആത്മീയ സ്ഫുലിംഗമാണെന്നും ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിൽ ഭഗവാൻ പ്രസ്താവിച്ചിട്ടുണ്ട്. നിരപേക്ഷ തത്വമാകട്ടെ ആധ്യാത്മിക പൂർണ്ണതയുമാണ്. ജീവസത്ത പരിപൂർണതയുടെ വിഭിന്നാംശമാണെന്നും അതുകൊണ്ട് ആ പൂർണ്ണതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും 7-ാം അധ്യായത്തിൽ ഉപദേശിക്കുന്നു. ദേഹത്യാഗം ചെയ്യുമ്പോൾ കൃഷ്ണനെ സ്മരിക്കുന്ന പക്ഷം ഏതൊരാൾക്കും ഉടനെ പരവ്യോമത്തിലുള്ള ശ്രീകൃഷ്ണധാമത്തിലെത്താൻ കഴിയുമെന്ന് 8-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നു. സുഹൃദയസ്ഥനായ കൃഷ്ണനെക്കുറിച്ച് സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തനാണ് എല്ലാ യോഗികളെക്കാളും ഉത്തമനെന്ന് 6-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ സ്പഷ്ടമായി പറയുന്നു. യഥാർത്ഥത്തിൽ ഓരോ അധ്യായവും ഒരേ നിഗമനത്തിലാണെത്തിക്കുന്നത്. കൃഷ്ണന്റെ വ്യക്തിഗത രൂപത്തോടായിരിക്കണം ഭക്തി. അതാണ് അത്യുത്കൃഷ്ടമായ ആത്മീയ സാക്ഷാത്കാരം. കൃഷ്ണന്റെ വ്യക്തിഗത രൂപത്തിൽ ആസക്തരാവാത്തവരുമുണ്ട്. ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനമെഴുതുമ്പോൾ പോലും വായനക്കാരുടെ ശ്രദ്ധയെ കൃഷ്ണനിൽ നിന്നകറ്റി വ്യക്തിശൂന്യ ബ്രഹ്മജ്യോതിസിലേക്ക് നയിക്കത്തക്ക വിധം കൃഷ്ണന്റെ രൂപത്തോട് അനാസക്തരാണവർ. നിരപേക്ഷ തത്വത്തിൻ്റെ ഇന്ദ്രിയാതീതവും അവ്യക്തവുമായ വ്യക്തിശൂന്യ രൂപത്തെ ധ്യാനിക്കാൻ അവരിഷ്ടപ്പെടുന്നു. അങ്ങനെ ആധ്യാത്മികവാദികളിൽ 2 വിഭാഗങ്ങളുണ്ട്. ഇതിൽ ഏതാണ് പരിപൂർണമെന്നും ഏതു പ്രക്രിയയ്ക്കാണ് പ്രയാസം കുറയുകയെന്നും അർജുനൻ അറിയണം. മറ്റൊരു വിധത്തിൽ കൃഷ്ണന്റെ വ്യക്തിഗത രൂപത്തോട് ആഭിമുഖ്യം ഉണ്ടാകയാൽ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ് അർജുനൻ ഇവിടെ ചെയ്യുന്നത്. വ്യക്തിശൂന്യ ബ്രഹ്മത്തിൽ അദ്ദേഹം ആസക്തനല്ല. തൻ്റെ നിലപാട് ശരിയാണോ എന്നറിയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഭഗവാന്റെ അവ്യക്തിഗതമായ ആവിഷ്കാരം ഭൗതിക ലോകത്തിലായാലും ആധ്യാത്മിക ലോകത്തിലായാലും ശരി, ധ്യാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമപ്രശ്നമാണ്. യഥാർത്ഥത്തിൽ നിരപേക്ഷ തത്വത്തിൻ്റെ അവ്യക്തിഗത ഭാവം പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. അങ്ങനെ സമയം പാഴാക്കുന്നതിലെന്തു ഫലം എന്നാണ് അർജുനന്റെ സംശയം. കൃഷ്ണന്റെ വ്യക്തിഗത രൂപത്തിൽ ആസക്തനാവുകയാണ് ഏറ്റവും ഉത്തമം. എന്തുകൊണ്ടെന്നാൽ കൃഷ്ണന്റെ മറ്റെല്ലാ രൂപവും മനസ്സിലാക്കുന്നതോടൊപ്പം കൃഷ്ണപ്രേമത്തിനൊരു തടസ്സമുണ്ടാകുന്നുമില്ല. ഇത് 11-ാം അധ്യായത്തിൽ അർജുനൻ അനുഭവിച്ചറിഞ്ഞു. അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു. ഈ പ്രധാന ചോദ്യം നിരപേക്ഷ തത്വത്തിൻ്റെ വ്യക്തിഗതവും അവ്യക്തിഗതവുമായ ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുന്നു. ഹരേ കൃഷ്ണ.